ഹായ് ഓൾ, നമ്മളിന്ന് പ്രോബ്ലത്തിലേക്ക് കിടക്കാൻ പോവാണ്. അപ്പോൾ ഇന്നലെ ഞാൻ സ്റ്റെപ്സ് പറഞ്ഞിട്ട് നിങ്ങളോട് പ്രോബ്ലം ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം പ്രോബ്ലം തന്നെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അധികവും ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 അല്ലെങ്കിൽ 15 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് സിംഗിൾ റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഡിസൈൻ. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ കാണാതെ ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. ഓക്കെ, എടുത്തതിന് ശേഷം നിങ്ങൾ മൊത്തത്തിൽ ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ, എല്ലാ സ്റ്റെപ്സും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, സമയം അരമണിക്കൂറാണ്. അതിനുള്ളിൽ ചെയ്ത് തീർക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, അതായത് എക്സാമിന് അരമണിക്കൂറിൽ ചോടെ സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡിസൈൻ ആൻഡ് ഡീറ്റെയിൽ എ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം ഓഫ് റെക്ടാങ്കുലർ സെക്ഷൻ subjected to uniformly distributed live load of 12 kN per meter over the entire span. അപ്പം ഡിസൈൻ ചെയ്യുകയും വേണം, ഡീറ്റെയിൽ ചെയ്യുകയും വേണം. അതായത് അതിൻ്റെ ഡീറ്റെയിലിംഗ്, ഓക്കെ, അതിൽ വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരച്ച് കാണിക്കണം. സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഉള്ളതാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അതിലേക്ക് UDL വരുന്നുണ്ട്. ഓക്കെ, ലൈവ് ലോഡ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ലൈവ് ലോഡ് വരുന്നുണ്ട്. ഫുൾ സ്പാനിൽ 12 kN per meter ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ക്ലിയർ സ്പാൻ, സപ്പോർട്ടിൻ്റെ ഫേസ് മുതൽ സപ്പോർട്ടിൻ്റെ ഫേസ് വരെയുള്ള ഡിസ്റ്റൻസ് 5 meter ആണ്. ദ ബീം ഈസ് സപ്പോർട്ടഡ് ഓൺ മാസൺറി വാൾ 230 mm തിക്ക് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പം രണ്ട് സൈഡിലും ബീം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാസൺറി വാൾസിലാണ്. ആ മാസൺറി വാൾസിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 230 mm ആണ്. ഓക്കെ, ആ 230 mm രണ്ട് വാൾസിലേക്കും കയറിയിട്ടാണ് ഈ ബീം ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിൽസ് തന്നത് നമുക്ക് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എടുക്കാനാണ്. സപ്പോർട്ടിൻ്റെ സെൻറ്റർ മുതൽ സപ്പോർട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കണം. കാരണം എഫക്റ്റീവ് സ്പാൻ അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത്ത് കൺസിഡർ ചെയ്യുമ്പോൾ അതിലൊരു ക്രൈറ്റീരിയ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്, അല്ലേ? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സപ്പോർട്ട്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിന് നമുക്ക് ഉപകാരമായിരിക്കും ആ ഈ വാല്യൂ. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 230 mm തിക്ക് ഓൺ ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, അസ്യൂം മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷൻ. അപ്പോൾ മോഡറേറ്റ് ആയിട്ടുള്ള എക്സ്പോഷർ കണ്ടീഷൻ തന്നു. അപ്പോൾ അങ്ങനെ തന്നു കഴിഞ്ഞാൽ നോമിനൽ കവർ ഈ ഒരു എക്സ്പോഷർ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പം എക്സ്പോഷർ കണ്ടീഷൻ മോഡറേറ്റ് വരുന്ന കേസിൽ നോമിനൽ കവർ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ടേബിൾ 16 പ്രകാരം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് 30 mm ആണ് മിനിമം. ഓക്കെ, അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്തിട്ട് വേണം അതിൻ്റെ എഫക്റ്റീവ് കവർ കണ്ടെത്താനായിട്ട്. യൂസ് M25 ഗ്രേഡ് കോൺക്രീറ്റ് ആൻഡ് FE 415 സ്റ്റീൽ. FCK 25 Nm/mm² ആണ്, FE 415 Nm² ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റ എഴുതാം. ഗിവൺ ഡാറ്റ ഏത് ക്വസ്റ്റ്യൻ ആയാലും ഫസ്റ്റ് ഗിവൺ ഡാറ്റ നമ്മൾ എഴുതണം. ഓക്കെ, ലൈവ് ലോഡ് നമുക്ക് തന്നിട്ടുണ്ട്. ലൈവ് ലോഡ് ഈസ് ഈക്വൽ ടു 12 kN per meter. ക്ലിയർ സ്പാൻ L 5 meter. എഫക്റ്റീവ് സ്പാൻ L(E) എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ സ്പാൻ L ഈസ് ഈക്വൽ ടു 5 meter. തിക്നെസ് ഓഫ് മാസൺറി വാൾ ഈസ് ഈക്വൽ ടു 230 mm. എക്സ്പോഷർ കണ്ടീഷൻ മോഡറേറ്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോമിനൽ കവർ ഈസ് ഈക്വൽ ടു 30 mm. ഓക്കെ, മിനിമം നോമിനൽ കവർ 30 mm ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റിൽ മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷൻ എന്ന് എഴുതിക്കോളാം. ഓക്കെ, എക്സ്പോഷർ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോമിനൽ കവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. FCK വാല്യൂ ഈസ് ഈക്വൽ ടു 25 Nm/mm². FI വാല്യൂ ഈസ് ഈക്വൽ ടു 415 Nm/mm². ഓക്കെ, സ്റ്റെപ്പ് 1: സെലക്ഷൻ ഓഫ് ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ ആൻഡ് എഫക്റ്റീവ് ലെങ്ത്. അപ്പോൾ ഇതിൽ ഈ ബീമിൻ്റെ ബ്രെഡ്ത്ത്, അതിൻ്റെ എഫക്റ്റീവ് ഡെപ്ത്ത്, ഓവറോൾ ഡെപ്ത്ത്, എഫക്റ്റീവ് സ്പാൻ അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കും. ഓക്കെ, സ്റ്റെപ്പ് 1ൽ ഫസ്റ്റ് വൺ എഫക്റ്റീവ് ഡെപ്ത്ത് ആൻഡ് ഓവറോൾ ഡെപ്ത്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇന്നലെ പറഞ്ഞിരുന്നു എഫക്റ്റീവ് ഡെപ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ 1/10 to 1/15. ഓക്കെ, അതിൻ്റെ ഇടയ്ക്കായിരിക്കും L/10ൻ്റെയും L/15 L/10 L/15 അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കോ വരുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എഫക്റ്റീവ് ഡെപ്ത്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അസ്യൂം L/D ഈസ് ഈക്വൽ ടു 12, അതായത് D എന്ന് പറയുന്ന L/12 എന്നുള്ള രീതിയിൽ ഞാൻ അസ്യൂം ചെയ്യാൻ പോവാണ്. ഓക്കെ, അതായത് അസ്യൂം L/D ഈസ് ഈക്വൽ ടു 12. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് D കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് L എന്ന് പറയുന്നത് 5 meter ആണ്. അപ്പോൾ 5000 ഡിവൈഡഡ് ബൈ D. ഇപ്പോൾ എനിക്ക് ഡെപ്ത്ത് MM കിട്ടും.
ഈസ് ഈക്വൽ ടു 12. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ D ഈസ് ഈക്വൽ ടു 5000 ഡിവൈഡ് ബൈ 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 416.67 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ അത് റൗണ്ട് ചെയ്യണം, റൗണ്ട് ഓഫ് ചെയ്യാൻ പറയുന്നുണ്ട് നമ്മൾ പഠിച്ച സ്റ്റെപ്സിൽ. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഞാനിത് 420 ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യുകയാണ്. ഓക്കെ, 420 mm. അസ്യൂം എഫക്റ്റീവ് ഡെപ്ത് ഈസ് ഈക്വൽ ടു 420 mm. അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത് എനിക്ക് കിട്ടി. അതായത് ഒന്നുമില്ല, ഇതിൽ D എന്ന് പറയുന്നത് L/10 to L/15 എടുക്കുക. ഓക്കെ, L/10 L/15 ഇടയ്ക്കുള്ളൊരു വാല്യൂ അല്ലെങ്കിൽ ആ രണ്ട് വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കാം. ഞാനിവിടെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന L/12 ഈസ് ഈക്വൽ ടു D എന്നുള്ള രീതിയിൽ എടുത്തു, അല്ലെങ്കിൽ L/D ഈസ് ഈക്വൽ ടു 12 എന്നുള്ള രീതിയിൽ എടുത്തു. ഓക്കെ, ക്ലിയർ ആണോ? അതായത് നിങ്ങൾക്ക് L/D എന്നുള്ളത് 10 മുതൽ 15 വരെ എടുത്തിട്ട് ചെയ്യാം. നല്ല സ്പാനൊക്കെ വരുന്ന കേസാണെങ്കിൽ നിങ്ങൾക്ക് 10 എന്നുള്ള രീതിയിൽ തന്നെ L/D എടുക്കാം. ഓക്കെ, അതായത് ആ റേഷ്യോ 15 എടുക്കുമ്പം ഡെപ്ത് കുറവായിരിക്കും നിങ്ങൾക്ക് കിട്ടുക, 10 ആകുമ്പം ഡെപ്ത് കുറച്ചും കൂടി കൂടുതലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ സ്പാന് കൂടുന്നതിനനുസരിച്ച് ഡെപ്ത് കൂടുതൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് L/D എന്നുള്ളത് 10 ഈക്വലായിട്ട് എടുത്ത് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 12 മതി, ഇതിൻ്റെ ഇടയ്ക്ക് എടുത്താലും കുഴപ്പമില്ല, നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വിഷയമില്ല. ഞാൻ 12 എടുത്തെന്ന് മാത്രം. ഓക്കെ, ഏത് വേണമെങ്കിലും, ഇപ്പം ചില ആൾക്കാർ ഇപ്പം 10 ആയിരിക്കും എടുത്തിട്ടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ ചില ആൾക്കാർ 15 എടുത്തിട്ടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, 15 എടുക്കുമ്പോൾ ചിലപ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇത് ചെക്കിൽ സാറ്റിസ്ഫൈ ആവണമെന്നില്ല. ആ ഡെപ്തിൻ്റെ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യാതെ വരാം. മാക്സിമം വരും, എന്നാലും ചിലപ്പം വരാം ഇത് സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും റീഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലും നല്ലത് ഏകദേശം ഒരു 12 റേഞ്ചിൽ എടുക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പം എഫക്റ്റീവ് ഡെപ്ത് ഈസ് ഈക്വൽ ടു 420 mm എന്നുള്ള രീതിയിൽ കിട്ടി. ഇനി ഓവറോൾ ഡെപ്ത് ക്യാപിറ്റൽ D ഈസ് ഈക്വൽ ടു D പ്ലസ് D ഡാഷ്. അപ്പോൾ D എനിക്ക് 420 കിട്ടി. അപ്പോൾ D ഡാഷ് നമുക്കിവിടെ കണ്ടുപിടിക്കണം. നോമിനൽ കവർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നോമിനൽ കവറിൻ്റെ അകത്ത് നിന്ന് D ഡാഷിലേക്ക് നമുക്ക് എത്തണം. അപ്പോൾ എഫക്റ്റീവ് കവർ D ഡാഷ് ഈസ് ഈക്വൽ ടു, നോമിനൽ കവർ എന്ന് പറയുമ്പോൾ ഏറ്റവും അറ്റത്തുള്ള റീഇൻഫോഴ്സ്മെൻറ്റിൽ നിന്ന് ബോട്ടത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ, സിംപ്ലി സപ്പോർട്ടിൽ വരുമ്പോൾ. അപ്പോൾ ഏറ്റവും അറ്റത്തുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റിറപ്പായിരിക്കും. അപ്പോൾ സ്റ്റിറപ്പിൻ്റെ അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 30 mm. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് കവർ D ഡാഷ് ഈസ് ഈക്വൽ ടു നോമിനൽ കവർ, അതായത് 30 പ്ലസ് സ്റ്റിറപ്പിൻ്റെ ഡയ അതിൻ്റെ കൂടെ വരും. അപ്പോൾ സ്റ്റിറപ്പ് ഞാൻ 8 mm ഡയ ആയിട്ട് അസ്യൂം ചെയ്യാൻ പോവാണ്. അപ്പോൾ 30 പ്ലസ് സ്റ്റിറപ്പിൻ്റെ ഡയ 8. ഓക്കെ, അസ്യൂം ചെയ്യുമ്പോൾ അതേപോലെ ഡയ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാറും ഞാൻ ഏകദേശം അസ്യൂം ചെയ്യാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ ഇപ്പം ഞാനൊരു 16 mm എടുക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ 20 mm നിങ്ങൾക്ക് അസ്യൂം ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ ബാർ അസ്യൂം ചെയ്യുമ്പം നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് കുറച്ച് ബാറുകളുടെ ഡയമീറ്റർ ഉണ്ട്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഒന്ന് ബാറിൻ്റെ ഡയമീറ്റർ സ്റ്റാൻഡേർഡായിട്ട് മാർക്കറ്റിൽ ഈസി ആയിട്ട് അവൈലബിൾ ആവുന്ന ഡയമീറ്റേഴ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് 6 mm ഡയമീറ്റർ ബാസ്, 8 mm ഡയമീറ്റർ ബാസ്, 10 mm ഡയമീറ്റർ ബാസ്, 12 mm ഡയമീറ്റർ ബാസ്, 16 mm ഡയമീറ്റർ ബാസ്, 20 mm, 25 mm, 32 mm. ഓക്കെ, ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നത്. ചിലപ്പം നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഡയ 22 mm, 18 mm ഒക്കെ എടുക്കുന്നുണ്ട്. പ്രോബ്ലത്തിലും ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ എടുക്കുന്നൊന്നും തെറ്റില്ല, അത് സ്റ്റാൻഡേർഡായിട്ട് അവൈലബിൾ ആണ്. എന്നാലും നമുക്ക് മാർക്കറ്റിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ ഡയമീറ്റേഴ്സാണ്. 6 mm, 8 mm, 10 mm, 12 mm, 16 mm, 20 mm, 25 mm, 32 mm. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡയമീറ്റർ കൊടുക്കാൻ പറ്റില്ല. അതായത് 27 mm, 26 mm അതുപോലെയൊന്നും ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റില്ല. ഈ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഞാൻ ഒന്നുകൂടിയും പറയാം. 6 mm, 8 mm, 10 mm, 12 mm, 16 mm, 20 mm, 25 mm, 32 mm. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്താൽ മതി. ഇൻ കേസ് ചില ടെക്സ്റ്റ് ബുക്കിൽ 18 mm, 22 mm യൂസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ ഏതെങ്കിലും ഡയ മെൻഷൻ ചെയ്ത് തരികയാണെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അല്ലാതെ നിങ്ങൾ അസ്യൂം ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഡയമീറ്റേഴ്സ് തന്നെ എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അത് തന്നെ എടുത്താൽ മതി. അപ്പം ഇപ്പോൾ ഞാനിവിടെ സ്റ്റിറപ്പിൻ്റെ ഡയ 8 mm അസ്യൂം ചെയ്തു. അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ ഞാൻ 16 mm അസ്യൂം ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അസ്യൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 20 ആയാലും അസ്യൂം ചെയ്യാം. അപ്പോൾ ഇത് എടുക്കുമ്പം ബാറിൻ്റെ ഡയ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ബീമിൻ്റെ അകത്ത് വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ നമ്പേഴ്സ് കുറയും. ഓക്കെ, ആ ക്രോസ് സെക്ഷൽ ഏരിയ ആണല്ലോ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അപ്പം ബാറിൻ്റെ ഡയമീറ്റർ കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട നമ്പേഴ്സ്
ബീമിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ നമ്പേഴ്സ് കുറയും. ഓക്കെ, ഏരിയ സെയിം ആയിരിക്കും, റിക്വയർഡ് ആയിട്ടുള്ള ഏരിയ തന്നെ വരണം. അപ്പം പക്ഷേ നമ്പേഴ്സ് കുറവ് വരും ബാറിൻ്റെ ഡയ കൂടുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ 12 mm അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 5 നമ്പേഴ്സ് വരും ആ റിക്വയർഡ് ആയിട്ടുള്ള ഏരിയ സാറ്റിസ്ഫൈ ചെയ്യാൻ. 16 അസ്യൂം ചെയ്യുകയാണെങ്കിൽ ചിലപ്പം 4 അല്ലെങ്കിൽ 3 വരുള്ളൂ. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. ഞാനിവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ 16 mm അസ്യൂം ചെയ്യാണ്. അസ്യൂം സ്റ്റിറപ്പ് ഡയ ഈസ് ഈക്വൽ ടു 8 mm, ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 16 mm. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് കവർ ഡി ഡാഷ് എന്ന് പറയുമ്പോൾ നോമിനൽ കവർ പ്ലസ് സ്റ്റിറപ്പ് ഡയ, ഓക്കെ, പ്ലസ് ഡയ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ ഡിവൈഡ് ബൈ 2. അപ്പോൾ സ്റ്റിറപ്പ് ഡയ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത്, സ്റ്റിറപ്പ് കഴിഞ്ഞാൽ എന്താ ഉള്ളത്, ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ ആണ് അല്ലേ. അതായത് മെയിൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണല്ലോ എഫക്റ്റീവ് കവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ റീഇൻഫോഴ്സ്മെൻറ്റ് ഡയൻ്റെ ഹാഫും കൂടി എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എഫക്റ്റീവ് കവർ ഡി ഡാഷ് ഈസ് ഈക്വൽ ടു നോമിനൽ കവർ, അതായത് സ്റ്റിറപ്പിൻ്റെ അറ്റത്തേക്ക് എത്തി, പിന്നെ സ്റ്റിറപ്പിൻ്റെ ഡയ 8 mm പ്ലസ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിൻ്റെ ഡയൻ്റെ ഹാഫ്. ഇപ്പോൾ 16 ആണ് ഞാൻ അസ്യൂം ചെയ്യുന്നതെങ്കിൽ 16/2. അപ്പോൾ ഡി ഡാഷ് ഈസ് ഈക്വൽ ടു 30 + 8 + 16/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 46 mm. അപ്പോൾ ഞാനത് റൗണ്ട് ചെയ്തിട്ട് ഡി ഡാഷ് പ്രൊവൈഡ് ചെയ്യുന്നത് 50 mm ആക്കി എടുക്കുകയാണ്. ദെർഫോർ അസ്യൂം ഡി ഡാഷ് ഈസ് ഈക്വൽ ടു 50 mm. ഓക്കെ, അപ്പോൾ ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓവറോൾ ഡെപ്ത് ഡി ഈസ് ഈക്വൽ ടു എഫക്റ്റീവ് ഡെപ്ത് നമുക്ക് 420 ആണ് കിട്ടിയത്. 420 + ഡി ഡാഷ് ഈസ് ഈക്വൽ ടു 50 mm, 470 mm ആണ് നമുക്ക് ഓവറോൾ ഡെപ്ത് കിട്ടുക. ഓക്കെ, ഓവറോൾ ഡെപ്ത് ഡി ഈസ് ഈക്വൽ ടു 420 + 50, ദാറ്റ് ഈസ് ഈക്വൽ ടു 470 mm. രണ്ടാമത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ബി പാർട്ട് ബ്രെഡ്ത്ത് എടുക്കണം. ബ്രെഡ്ത്ത് നമ്മൾ എടുക്കുക, നമ്മൾ സ്റ്റെപ്സിൽ പഠിച്ചപ്പം എടുത്തിട്ടുണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീൻ 1/3D ആൻഡ് 1/2D ആണ് അല്ലേ. അപ്പോൾ അസ്യൂം ബി ഈസ് ഈക്വൽ ടു, ഇപ്പോൾ 1/3D എത്രയാണെന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, 1/2 എത്രയാണെന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു വാല്യൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. 1/3 × 470 ചെയ്ത് നോക്കുക. അപ്പോൾ 1/3 × 470 ചെയ്താൽ 156 ആണ് നിങ്ങൾക്ക് കിട്ടുക. 156.666 എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. ഇനി 1/2 × 470 ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 235 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ 1/2D എന്ന് പറയുന്നത് 235ഉം അതേപോലെ തന്നെ 1/3D എന്ന് പറയുന്നത് 156.66 ആണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു വാല്യൂ നമുക്ക് ബി ആയിട്ട് എടുക്കാം. ഓക്കെ, അതിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാലൊന്നും കുഴപ്പമില്ല, കുറയാതിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 mm ബ്രെഡ്ത്ത് കുറയാതിരിക്കണം. ഓക്കെ, മിനിമം ബ്രെഡ്ത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എപ്പോഴും 200 ആയിരിക്കും. അപ്പോൾ 156 എന്നുള്ളത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ, കാരണം 200-നേക്കാളും കുറവാണ്. അപ്പം ഞാനിവിടെ റൗണ്ട് ചെയ്തിട്ട്, കാരണം വാൾ തിക്നെസ് നമുക്ക് ഇവിടെ 230 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനിവിടെ 230 എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ 200ഉം അസ്യൂം ചെയ്യാം. എന്നാൽ ഞാനിവിടെ വാൾ തിക്നെസ്സിന് അനുസരിച്ചിട്ട് ഞാൻ 230 ഇവിടെ പ്രൊവൈഡ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അസ്യൂം ബി ഈസ് ഈക്വൽ ടു 230 mm. ഓക്കെ, വേറെ ഇതിൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. 1/3D to 1/2D എന്നുള്ള രീതിയിൽ, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന രീതിയിൽ ബ്രെഡ്ത്ത് എടുത്താൽ മതി. ഓക്കെ, മിനിമം 200-നേക്കാളും കുറയാൻ പാടില്ല എന്നുള്ള കാര്യം ഓർത്തിരുന്നോളണം. ഇനി അടുത്ത സി. അപ്പം ബ്രെഡ്ത്ത് നമ്മൾ കണ്ടുപിടിച്ചു, എഫക്റ്റീവ് ഡെപ്ത്, ഓവറോൾ ഡെപ്ത് കണ്ടുപിടിച്ചു. ഇനി എഫക്റ്റീവ് സ്പാൻ അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫക്റ്റീവ് സ്പാൻ ഓർ എഫക്റ്റീവ് ലെങ്ത് L(E). ഇത് എഫക്റ്റീവ് സ്പാൻ ഈസ് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, ഒന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, സെൻറ്റർ ടു സെൻറ്റർ ഓഫ് സപ്പോർട്ട്സ് ആ ഡിസ്റ്റൻസ്, പിന്നെ ക്ലിയർ സ്പാൻ പ്ലസ് ഡി, ഇതിൽ ഏതാണോ ചെറുത് അതാണ് നമ്മൾ എഫക്റ്റീവ് സ്പാൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വൺ സെൻറ്റർ ടു സെൻറ്റർ ഓഫ് സപ്പോർട്ട്സ്. അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്ലിയർ സ്പാൻ 5 ആണ്. 5 + സപ്പോർട്ടിൻ്റെ ഹാഫിലേക്കുള്ള ഡിസ്റ്റൻസ് 0.23/2, ഇപ്പുറത്തെ സൈഡിലെ സപ്പോർട്ടിൻ്റെ ഹാഫ് ഡിസ്റ്റൻസ് 0.23/2. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ ഓഫ് സപ്പോർട്ട്സ് എന്ന് പറയുന്നത് 5.23 ആണ്. ക്ലിയർ സ്പാൻ പ്ലസ് സപ്പോർട്ടിൻ്റെ ഹാഫ്, ഇപ്പുറത്തെ സൈഡിലെ സപ്പോർട്ടിൻ്റെ ഹാഫ്. ഓക്കെ, അപ്പം 5.23 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. രണ്ടാമത്തത് ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്. അപ്പോൾ 5 + എഫക്റ്റീവ് ഡെപ്ത് എത്രയായിരുന്നു, 420 mm ആയിരുന്നു അല്ലേ. അപ്പോൾ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 0.42 മീറ്റർ. അപ്പോൾ 5 + 0.42, ദാറ്റ് ഈസ് ഈക്വൽ ടു 5.42 മീറ്റർ. Therefore, adopt effective span L is equal to 5.23. ഈ രണ്ടെണ്ണത്തിൽ ചെറുത് ഏതാണ്, 5.23 ആണ് ചെറുത്. Therefore, adopt effective span L(C) is equal to 5.23 meter. Step 2, load calculation. ലോഡ് കാൽക്കുലേഷൻ, ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കണം. ടോട്ടൽ ലോഡ് എന്ന് പറയുമ്പം ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡാണ്.
ഓക്കെ, എന്നിട്ട് അതിനെ ഫാക്ടർ ചെയ്യണം. ഓക്കെ, ഫാക്ടേർഡ് ലോഡ് വെച്ചിട്ടാണ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സെൽഫ് വെയിറ്റ് ഓഫ് ദ ബീം ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു ബി ഇൻറ്റു ഡി, 25 ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഓവറോൾ ഡെപ്ത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.23 മീറ്റർ ആണ്, അതായത് 230 mm ആണ്. 0.23 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 470 mm ആണ്, അതായത് 0.47 മീറ്റർ. അപ്പം 25 ഇൻറ്റു ബി ഇൻറ്റു ഡി ചെയ്യുക. അപ്പോൾ 2.7025 kN/m സെൽഫ് വെയിറ്റ് ഓഫ് ദ ബീം നമുക്ക് കിട്ടും. ഇനി ലൈവ് ലോഡ് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്, 12 kN/m. അപ്പോൾ ടോട്ടൽ ലോഡ് W ഈസ് ഈക്വൽ ടു 12 + 2.7025, ദാറ്റ് ഈസ് ഈക്വൽ ടു 14.7025 kN/m എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി അതിനെ ഫാക്ടർ ചെയ്യണം. ഫാക്ടേർഡ് ലോഡ് W, ടോട്ടൽ ലോഡ് എന്ന് പറയുന്ന W ആണ്, ഫാക്ടേർഡ് ലോഡ് എന്ന് പറയുന്ന W∗U ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 14.7025. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ 22.054 kN/m എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ ലോഡ് അല്ലെങ്കിൽ ഫാക്ടേർഡ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. ആക്ച്വലി അവിടെ 14 പോയിൻറ്റ് സംതിങ്ങേ വരുന്നുള്ളൂ എങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഫാക്ടർ ചെയ്തിട്ട് വരുന്ന ലോഡ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈനിൽ. ഓക്കെ, ഫാക്ടേർഡ് ലോഡ് 22.054 kN/m എന്ന് പറഞ്ഞു കിട്ടി. സ്റ്റെപ്പ് 3, അൾട്ടിമേറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അൾട്ടിമേറ്റ് ബെൻഡിങ് മൊമെൻറ്റ് MU ഈസ് ഈക്വൽ ടു സിംപ്ലി സപ്പോർട്ട് ബീമിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്ന WL²/8 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ Lൻ്റെ സ്ഥാനത്ത് എഫക്റ്റീവ് ലെങ്ത് കൊടുക്കുകയാണ് അല്ലെങ്കിൽ എഫക്റ്റീവ് സ്പാൻ കൊടുക്കുകയാണ്. MU ഈസ് ഈക്വൽ ടു WU ഇൻറ്റു LE² / 8. അപ്പോൾ WU എന്ന് പറയുന്നത് 22.054 ഇൻറ്റു 5.23² / 8. ദാറ്റ് ഈസ് ഈക്വൽ ടു MU ഈസ് ഈക്വൽ ടു 75.405 kN/m. അപ്പോൾ MU എനിക്ക് കിട്ടി 75.405 kN/m. എക്സ്റ്റേണൽ ലോഡ് കാരണം ആ ബീമിലേക്ക് വരാവുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ് 75.405 kN/m. ഇനി ഡിസൈൻ ഷിയർ ഫോഴ്സ് VU ഈസ് ഈക്വൽ ടു WU/LE/2. WU/L/2 എന്നുള്ളതായിരുന്നു. ഇവിടെ L എഫക്റ്റീവ് സ്പാൻ അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ WU/LE/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 22.054 ഇൻറ്റു LE 5.23/2. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ VU ഈസ് ഈക്വൽ ടു 57.67 kN എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ എനിക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് ഡിസൈൻ ബെൻഡിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ബെൻഡിങ് മൊമെൻറ്റും ഡിസൈൻ ഷിയർ ഫോഴ്സും. ഓക്കെ, അത് രണ്ട് വാല്യൂസും എനിക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ഡെപ്ത്ത്. ഓക്കെ, അതായത് നമ്മളിപ്പം 470 mm ഓവറോൾ ഡെപ്തും 420 എഫക്റ്റീവ് ഡെപ്തും എന്നുള്ള കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന എഫക്റ്റീവ് ഡെപ്ത് ഓക്കെ ആണോ, അതിലെന്തെങ്കിലും ചേഞ്ച് വരുത്തണോ, റീഡിസൈൻ ചെയ്യണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ MU ലിമിറ്റും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, MU ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ് MU ലിമിറ്റ്. ഓക്കെ, അപ്പം ഇവിടെ എക്സ്റ്റേണൽ ലോഡ് മുഖേന വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് MU ലിമിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കിട്ടും. അപ്പം MU കുറവായിരിക്കണം MU ലിമിറ്റിനേക്കാളും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഡെപ്ത് ഓക്കെയാണ്. ഇൻ കേസ് അത് സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, അത് റീഡിസൈൻ ചെയ്യണം. അതായത് ഡെപ്തൊക്കെ നമ്മൾ വീണ്ടും ഇൻക്രീസ് ചെയ്തിട്ട് വരണം. ഓക്കെ, അപ്പം ചെക്ക് ഫോർ എഫക്റ്റീവ് ഡെപ്ത് MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു, ഇത് Fe415 ഗ്രേഡ് സ്റ്റീലാണ്. അപ്പോൾ Fe415 ആയതുകൊണ്ട് MU ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 0.138 FCK/BD². ദാറ്റ് ഈസ് ഈക്വൽ ടു 0.138 FCK25 ആണ്. ഇൻറ്റു ബി എന്ന് പറയുന്ന 230 ആണ്, D² 420². സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 139,973 400 Nm. ദാറ്റ് ഈസ് ഈക്വൽ ടു 139.97 kN/m എന്ന് പറഞ്ഞു കിട്ടും MU ലിമിറ്റ്. അപ്പോൾ MU ലിമിറ്റും തമ്മിൽ കമ്പയർ ചെയ്യുക. MU എന്ന് പറയുന്നത് 75.405 kN/m ആണ്. അപ്പോൾ MU ഈസ് ലെസ് ദാൻ MU ലിമിറ്റ് ആണ് ഈ കേസിൽ, അല്ലേ? MU ഈസ് ലെസ് ദാൻ MU ലിമിറ്റ്, ഹെൻസ് ദ അഡോപ്റ്റഡ് ഡെപ്ത് ഈസ് ഓക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഡെപ്ത് ഓക്കെ ആണ്. അതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളൊരു കൺഫർമേഷൻ നമുക്കിവിടെ കിട്ടി. ഓക്കെ, വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആ ലിമിറ്റ് സ്റ്റേറ്റ് ക്രോസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അവിടെ മാക്സിമം വരാവുന്ന ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്ന MU ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, അത് ക്രോസ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ആ ലിമിറ്റ് സ്റ്റേറ്റിൻ്റെ കൺസെപ്റ്റ്.
ഓക്കെ, ഇവിടെ അപ്ലൈ ആവുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ഡബിളി റീഇൻഫോഴ്സ്ഡ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ കണ്ടീഷൻ മേലെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ട് സാറ്റിസ്ഫൈ ആക്കാൻ പറ്റും, ഇൻ കേസ് MU ലിമിറ്റ് കുറവാണ് വന്നിട്ടുള്ളതെങ്കിൽ. ഓക്കെ, സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും കോൺക്രീറ്റിൻ്റെ സെക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യണം, റീഡിസൈൻ ചെയ്യണം. സ്റ്റെപ്പ് 5, കാൽക്കുലേഷൻ ഓഫ് ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് AST. അപ്പം നമുക്ക് ബെൻഡിങ് മൊമെൻ്റ്, എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ബെൻഡിങ് മൊമെൻ്റ് നമുക്ക് കിട്ടി. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് എത്ര പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതായത് ആ ബെൻഡിങ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ ഈ ഒരു ക്രോസ് സെക്ഷൻ സേഫ് ആണെന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി എത്ര റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ഈ ബെൻഡിങ് മൊമെൻറ്റ് മുഖേന എത്ര ടെൻഷൻ വരും, ആ ഒരു ടെൻഷനെ റെസിസ്റ്റ് ചെയ്യാൻ എത്ര റീഇൻഫോഴ്സ്മെൻറ്റ് ആവശ്യമാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റെപ്പ് 5, കാൽക്കുലേഷൻ ഓഫ് ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് AST. ഡിസൈനിങ് ദ ബീം ആസ് അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ. അപ്പോൾ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷനായിട്ട് ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് MU = കോഡിൽ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ്റെ ഇക്വേഷൻ MU = ഇക്വേഷനാണിത്. അനെക്സ് ജിയിലുള്ള ഇക്വേഷനാണ്. ഓക്കെ, അനെക്സ് ജിയിൽ G1.1bയിൽ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനാണ്, അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷനായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക, അല്ലേ? ഓവർ റീഇൻഫോഴ്സ്ഡ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യില്ല. അപ്പോൾ MU = 0.87 FY AST into D into 1 minus AST FY divided by BD FCK. ഓക്കെ, അപ്പം ഈ ഇക്വേഷനാണ്. ഈ ഇക്വേഷനിൽ നമുക്ക് AST ഒഴികെ ബാക്കി എല്ലാ ടേംസും പറയാം. അപ്പം നമുക്ക് സോൾവ് ചെയ്യാം. MUൻ്റെ സ്ഥാനത്ത് MU = 75.405 into 10⁶ ന്യൂട്ടൺ MM കൺവേർട്ട് ചെയ്താണ്. കാരണം FYയും FCK ഒക്കെ Nm². അപ്പം MU ഞാൻ ന്യൂട്ടൺ MM കൺവേർട്ട് ചെയ്തു. 75.405 into 10⁶ ഈക്വൽ ടു 0.87 into FY 415 into AST into D എന്ന് പറയുന്നത് 420 ആണ്, into 1 minus AST unknown into FY എന്ന് പറയുന്ന 415 divided by 230 B, D എന്ന് പറയുന്ന 420, FCK 25. ഓക്കെ, ഇനി നിങ്ങൾ വലിയ രീതിയിൽ സ്റ്റെപ്പായിട്ട് ഇത് എഴുതണമെന്നില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഇപ്പം ഞാൻ എഴുതിയതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പം LHSൽ 75.405 into 10⁶ ഈക്വൽ ടു, ഇനി ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്, 0.87 into 415 into AST into 420. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ 151,641 AST എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അത് ഞാൻ എങ്ങനെ എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് എടുത്തു. ഓക്കെ, ഇവിടെ 1 ആയതുകൊണ്ട് സെയിം ആൻസർ തന്നെയാണ് വരിക. അപ്പോൾ 151,641 AST എന്ന് എഴുതി. മൈനസ് ഇതിൻ്റെ ഒപ്പം തന്നെ അങ്ങ് എഴുതി. ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ വാല്യൂവിനെ ഇൻറ്റു ഈ മൈനസ് AST into 415 divided by 230 into 420 into 25 എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ആണ്. ഒറ്റയടിക്ക് കാര്യം കഴിഞ്ഞു. ഓക്കെ, അപ്പം 0.87 into 415 into AST into 420 എന്ന് ചെയ്തപ്പോൾ എനിക്കൊരു ആൻസർ കിട്ടി. അത് ഇൻറ്റു 1 ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആൻസർ തന്നെയാണ്. അപ്പോൾ 151 ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തന്നെ ഞാൻ ഒറ്റയടിക്ക് എഴുതുകയാണ്, 151,641 AST. ഇനി മൈനസ് അതിൻ്റെ അകത്തുള്ള AST into 415 divided by 230 into 420 into 25 എന്ന് പറയുന്ന ടേമുമായിട്ട് ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസർ കാൽക്കുലേറ്ററിന് പോക്കാതെ തന്നെ വെക്കുക. എന്നിട്ട് ഇൻറ്റു ചെയ്യുക, ഇൻറ്റു 415 ചെയ്യുക, ഡിവൈഡ് ബൈ 230, വീണ്ടും ഡിവൈഡ് ബൈ 420, ഡിവൈഡ് ബൈ 25. അങ്ങനെ ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 26.058 AST² കിട്ടും. ഓക്കെ, ഓൾറെഡി അവിടെ ആദ്യത്തെ ടേം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഒരു AST ഉണ്ട്, രണ്ടാമത്തെ ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ടേമിലും AST ഉണ്ട്. അപ്പോൾ AST² എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. മൈനസ് അവിടെ ഉള്ളതുകൊണ്ട് മൈനസിലാണ് കിട്ടുക. ഓക്കെ, അപ്പം 0.87,415 AST into 420 into AST into 415 divided by 230 into 420 into 25. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ -26.058 AST² കിട്ടും. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എഴുതാം. അപ്പോൾ ഞാൻ ഈ AST² ASTൻ്റെ ടേമും LHSലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ -26.058 AST² എന്നുള്ളത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ 26.058 AST² പ്ലസ്സിലായി. 151,641 AST എന്നുള്ളത് LHSലേക്ക് കൊണ്ടുവന്നത് മൈനസായി, -151,641 AST പ്ലസ് 75.405 into 10⁶ ഈക്വൽ ടു 0. അപ്പോൾ കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ അടിച്ച് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഇക്വേഷൻ്റെ ആ സൊല്യൂഷനൊന്നും യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മോഡ് എടുത്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ അൺനോൺസ് 2 ഇല്ല, എക്സും വൈയും ഉണ്ടോ? AST എന്ന് പറയുന്ന ഒറ്റ അൺനോൺ അല്ലേ ഉള്ളൂ, എന്നാൽ AST² വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അൺനോൺസ് എന്ന് പറയുന്ന രീതിയിലായിരിക്കും നമ്മൾ മോഡിൽ ഇക്വേഷൻ എടുക്കുമ്പോൾ വരിക. അപ്പോൾ സൈഡിലേക്കുള്ള ആ ഏരോ മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഡിഗ്രി എന്ന് പറയുന്ന ഓപ്ഷൻ വരും.
അപ്പോൾ ഡിഗ്രിയിൽ 2 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഡിഗ്രിയിൽ 2 എടുക്കുക. ഓക്കെ, അപ്പോൾ ഡിഗ്രിയിൽ 2 എടുത്തിട്ട് എൻ്റെ വാല്യൂ 26.058 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബിൻ്റെ വാല്യൂ -151,641 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിൻ്റെ വാല്യൂ 75.405 × 10⁶ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ASTക്ക് 2 വാല്യൂ കിട്ടും. 2 വാല്യൂ കിട്ടുന്നതിൽ ചെറിയ വാല്യൂ ആണ് AST ആയിട്ട് എടുക്കേണ്ടത്. 2 വാല്യൂ കിട്ടും, ഒന്ന് വലിയ ഒരു വാല്യൂയും രണ്ടാമത്തെ ചെറിയൊരു വാല്യൂയും കിട്ടും. അപ്പോൾ ചെറിയ വാല്യൂ, ആ 2 സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ, ആ സൊല്യൂഷനായിട്ട് കിട്ടുന്ന 2 വാല്യൂസിൽ ചെറിയ വാല്യൂ ആണ് AST ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ചെറിയ വാല്യൂ AST എന്ന് പറയുന്നത് 549.06 mm² എന്നുള്ളതാണ്. അപ്പോൾ AST ഞാനത് എടുത്തു. ഓക്കെ, ഇനി ചെക്ക് ചെയ്യണം ഈ കിട്ടിയിരിക്കുന്ന AST മിനിമം ASTനേക്കാളും കൂടുതലാണെന്നും അതുപോലെ തന്നെ മാക്സിമം ASTനേക്കാളും കൂടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യണം. അപ്പോൾ ചെക്ക് ഫോർ മിനിമം AST ആൻഡ് മാക്സിമം AST ഈ സ്റ്റെപ്പിൻ്റെ കൂടെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ AST മിനിമം എന്നുള്ളത് കോഡലുള്ള ഇക്വേഷൻ 0.85/FY × BD. 0.85 × 230 × 420 / 4/5 ചെയ്ത് കഴിഞ്ഞാൽ 197.855 mm² കിട്ടും. ഇതാണ് AST മിനിമം. AST മാക്സ് എന്ന് പറയുമ്പോൾ 0.04 BD ആണ്. അപ്പോൾ 0.04 × 230 × 470 ചെയ്ത് കഴിഞ്ഞാൽ 4324 mm² എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന AST എന്ന് പറയുന്നത് 549.06 ആണ്. അപ്പോൾ അത് മിനിമം വാല്യൂവിനേക്കാളും കൂടുതലുമാണ്, എന്നാൽ മാക്സിമം വാല്യൂവിനേക്കാളും കുറവാണ്. അപ്പോൾ ഓക്കെ ആണ് അല്ലേ. അപ്പോൾ 197.855 mm² ഈസ് ലെസ് ദാൻ 549.06 mm², ലെസ് ദാൻ 4324 mm². അതായത് AST മിനിമം ഈസ് ലെസ് ദാൻ AST റിക്വയർഡ്, ലെസ് ദാൻ AST മാക്സ്, ഹെൻസ് ഓക്കെ. അപ്പോൾ നമ്മൾ ഓക്കെ ആണ്. മാക്സിമത്തിനേക്കാളും കുറവുമാണ്, കൂടിയിട്ടില്ല. അതായത് മാക്സിമത്തിനേക്കാളും കൂടിയിട്ടില്ല, മിനിമത്തിനേക്കാളും കൂടുതൽ AST നമുക്ക് റിക്വയർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഇൻ കേസ് ഇവിടെ മിനിമത്തിനേക്കാളും കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ മാക്സിമത്തിനേക്കാളും കൂടുതൽ വന്നാൽ നമ്മളവിടെ റീഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അസ്യൂം ചെയ്യാണ് ഞാൻ 16 mm ഡയമീറ്റർ ബാറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് പ്രൊവൈഡ് ചെയ്യാണ്. അസ്യൂമിങ് 16 mm ഡയമീറ്റർ ബാസ്, therefore നമ്പർ ഓഫ് ബാസ്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ബാസ് കൊടുക്കണം ടെൻഷൻ സോണിൽ എന്നുള്ളതാണ്. therefore നമ്പർ ഓഫ് ബാസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് 549.06 ആണ്. അപ്പോൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ബാർ എന്ന് പറയുന്നത് 16 mm ഡയമീറ്റർ ബാറാണ്. അപ്പോൾ ഒരു ബാറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ 5 × 16² / 4. അപ്പോൾ ടോട്ടൽ റിക്വയർഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ഒരു ബാറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമ്പേഴ്സ് വേണമെന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2.73 എന്ന് പറഞ്ഞു വരും. ഇപ്പോൾ 2.73 നമുക്ക് 2.73 ബാർസ് എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല, അതായത് നമ്പേഴ്സായിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അതായത് ഒരു സംഖ്യ വരണം, 1 2 3 അങ്ങനെ വരണം. അപ്പോൾ നമുക്കിവിടെ 3 നമ്പേഴ്സ് വന്നു. അതായത് 2.73 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ 3 നമ്പേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് 3 നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. therefore പ്രൊവൈഡ് 3 bars ഓഫ് 16 mm ഡയമീറ്റർ. അപ്പോൾ അതിലേക്ക് എത്തി. ഇനി പ്രൊവൈഡ് ചെയ്യുന്ന AST എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. റിക്വയർഡ് ആയിട്ടുള്ള AST ആണ് 549.06. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി 2.73 ബാർസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ഒരു പൂർണ്ണസംഖ്യ 3 നമ്പേഴ്സ് എന്നുള്ള രീതിയിൽ എടുത്തു. അപ്പം ശരിക്കും 3 നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ഏരിയ, അതാണ് പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയ. ഓക്കെ, ഹെൻസ് AST പ്രൊവൈഡഡ് ഈസ് ഈക്വൽ ടു 3 bars ഓഫ് 16 mm ഡയമീറ്ററാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 3 × pi × 16² / 4. ഓക്കെ, ആ 16 mm ക്രോസ് സെക്ഷൻ ഏരിയ × 3 bars പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ പ്രൊവൈഡ് ചെയ്യുന്ന AST എന്ന് പറയുന്നത് 603.185 mm² ആണ് വരുന്നത്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 6 ചെക്ക് ഫോർ ഷിയർ സ്ട്രെസ് ആൻഡ് ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. ഈ സ്റ്റെപ്പ് നിങ്ങൾ കഴിഞ്ഞ മൊഡ്യൂൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പം ഇവിടെ VU എന്ന് പറയുന്നത് ഡിസൈൻ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 57.67 kN ആണ്. അപ്പോൾ ആദ്യം നോമിനൽ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുക. അതായത് ടോവി വാല്യൂ VU/BD ആണ്. അപ്പോൾ VU എന്ന് പറയുന്നത് 57.67 × 10⁻³ ന്യൂട്രലിലേക്ക് മാറ്റി ഡിവൈഡ് ബൈ B എന്ന് പറയുന്നത് 230, D എന്ന് പറയുന്നത് 420. അപ്പോൾ ടോവി ഈസ് ഈക്വൽ ടു 0.597 Nm/mm² കിട്ടി. ഇനി മാക്സിമം ഷിയർ സ്ട്രെസ് ടോസി മാക്സും ടോബിയും കമ്പയർ ചെയ്യണം അല്ലേ. അപ്പം ടേബിളിൻ്റെ അകത്തുനിന്ന് ടേബിൾ 20 നിന്ന് നമുക്ക് ടോസി മാക്സ് വാല്യൂ M25 കറസ്പോണ്ടിങ് ആയിട്ട് 3.1 Nm/mm² കിട്ടും. അപ്പോൾ ടോബി വാല്യൂ ഈസ് ലെസ് ദാൻ ടോസി മാക്സ്, ഹെൻസ് ഓക്കെ. ഇനി ടോസി വാല്യൂ കണ്ടുപിടിക്കണം. ടോസി വാല്യൂയും ടോബിയും കമ്പയർ ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യണോ അല്ലെങ്കിൽ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതിയോ എന്നുള്ള കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുക. അപ്പോൾ ടോസി വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് പെർസെൻറ്റേജ് PT 100 AST/BD
അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 0.624% കിട്ടി. അപ്പോൾ AST എന്ന് പറയുമ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന AST ആണ് കൊടുക്കേണ്ടത്. അവിടെ ആക്ച്വലി നമ്മൾ 3 ബാർ 16 mm ബാർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ വരുന്ന AST. ഓക്കെ, അപ്പോൾ PT എന്ന് പറയുന്ന 0.624% എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇൻ്റർപോളേഷൻ ചെയ്തിട്ട് അവിടെ നമ്മൾ ടോസി വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ടോസി ഈസ് ഈക്വൽ ടു 0.49 പ്ലസ് എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ എക്സ് നമ്മൾ ഈ ഡയഗ്രത്തിൻ്റെ അകത്തുനിന്ന് എടുക്കണം. അപ്പോൾ ഡയഗ്രത്തിൽ നിന്ന് എടുക്കുമ്പം എക്സ് ഈസ് ഈക്വൽ ടു 0.03968 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ടോസി ഈസ് ഈക്വൽ ടു 0.49 പ്ലസ് 0.03968 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.529 Nm/mm². ഓക്കെ, ഇത് നിങ്ങൾ ഓൾറെഡി ചെയ്തതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇത് പറയാത്തത്. അപ്പം 0.529 Nm/mm² നമുക്ക് കിട്ടി ടോസി. ടോവി എന്ന് പറയുന്നത് 0.597 Nm/mm² ആണ്. ഇവിടെ ടോസി വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ടോവി ആണ്, അല്ലെങ്കിൽ ടോവി വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ടോസി ആണ്. അപ്പോൾ എന്ത് വേണം, ഇവിടെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യണം അല്ലേ. ഇവിടെ ടോവി ഈസ് ഗ്രേറ്റർ ദാൻ ടോസി, ഹെൻസ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഹാവ് ടു ബി ഡിസൈൻഡ്. VUS, അപ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം VUS കണ്ടുപിടിക്കണം. VUS ഈസ് ഈക്വൽ ടു VU മൈനസ് ടോസി BD. VUS ഈസ് ഈക്വൽ ടു VU എന്ന് പറയുന്നത് ഞാൻ ന്യൂട്രലിലേക്ക് ആക്കുകയാണ്. 57.67 × 10⁻³ മൈനസ് ടോസി വാല്യൂ 0.529 × 230 × 420. അപ്പോൾ VUS വാല്യൂ ഈസ് ഈക്വൽ ടു 6568.6 N. അപ്പോൾ SV സ്പേസിങ് കണ്ടുപിടിക്കണം. അപ്പം സ്പേസിങ് ഈസ് ഈക്വൽ ടു SV ഈസ് ഈക്വൽ ടു ആ കോഡിലുള്ള ഇക്വേഷൻ എഴുതിയതാണ്. VUS ഈസ് ഈക്വൽ ടു 0.87 ASV × D ഡിവൈഡ് ബൈ SV എന്ന് പറയുന്ന ഇക്വേഷൻ്റെ അകത്ത് നിന്ന് SV ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയതാണ്. അപ്പോൾ ഇതിലെല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് FY വാല്യൂ 415, D വാല്യൂ നമുക്കറിയാം. ഓക്കെ, VUS D എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്തിൻ്റെ വാല്യൂ ആണ്. ASV നമുക്ക് കണ്ടുപിടിക്കണം. VUS വാല്യൂ നമ്മളിപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ASV എന്ന് പറയുന്നത് സ്റ്റിറപ്പ് ലെഗിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. അപ്പോൾ ഞാൻ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അസ്യൂമിങ് 8 mm ഡയ 2-legged stirrups, ASV is equal to 2 × pi × 8² divided by 4 that is equal to 100.53 mm² എന്ന് പറഞ്ഞ് കിട്ടി. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സ്പേസിംഗ് ഓഫ് ദ സ്റ്റിറപ്പ് ഈസ് ഈക്വൽ ടു SV ഈസ് ഈക്വൽ ടു 0.87 × 415 × 100.53 × 420 divided by 6568.6. SV ഈസ് ഈക്വൽ ടു 2320.8 mm എന്ന് പറഞ്ഞ് കിട്ടി. അത് ഞാൻ റൗണ്ട് ചെയ്തിട്ട് 2320 mm എന്ന് പറഞ്ഞെടുത്തു. എന്നാൽ ഈ സ്പേസിംഗ് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ, ചെക്ക് ചെയ്യാനായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാണ്. ചെക്ക് ഫോർ സ്പേസിംഗ്. ദ മാക്സിമം സ്പേസിംഗ് ഷുഡ് ബി മിനിമം ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്നതിൽ മാക്സിമം സ്പേസിംഗ് ഈ പറഞ്ഞിരിക്കുന്ന ഏറ്റവും മിനിമത്തിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആദ്യത്തത് 2320, ഇപ്പോൾ എനിക്ക് കിട്ടിയ 2320 mm. രണ്ടാമത്തത് മിനിമം AST പ്രൊവൈഡ് ചെയ്യുമ്പം കറസ്പോണ്ടിങ് ആയിട്ടുള്ള SV should be less than or equal to ASV into 0.87 FI divided by 0.4B. പേജ് നമ്പർ 48 ഇക്വേഷനാണ്. അപ്പോൾ SV should be less than or equal to 100.53 × 0.87 × 415 divided by 0.4 × 230. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ SV should be less than or equal to 394.52 mm എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 390 mm. അപ്പോൾ SV 390 mm രണ്ടാമത്തേത്. മൂന്നാമത്തേത് 0.75D. 0.75 × D എന്ന് പറയുന്ന 420 ആണ്. ചെയ്ത് കഴിഞ്ഞാൽ 315 mm എന്ന് പറഞ്ഞ് കിട്ടും. നാലാമത്തെ 300 mm. അപ്പോൾ ഇതിലേതാണ് ഏറ്റവും ചെറുത്? 300 mm ആണല്ലേ. അപ്പം മാക്സിമം സ്പേസിങ് 300 mm കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 300 mm എന്നുള്ള രീതിയിൽ പോവാണ് സ്പേസിങ്. അഡോപ്റ്റ് 8 mm ഡയമീറ്റർ 2-legged stirrups at 300 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് കൺക്ലൂഷനിലേക്ക് എത്തി. സിറപ്പിൻ്റെ കേസിൽ കൺക്ലൂഷനിലേക്ക് എത്തി. 8 mm ഡയമീറ്റർ 2-legged stirrups at 300 mm സെൻറ്റർ ടു സെൻറ്റർ. അപ്പോൾ ഞാനിവിടെ മെയിൻ ബാസ് ഡിസൈൻ ചെയ്തു അല്ലേ. 3 നമ്പേഴ്സ് ഓഫ് 16 mm ഡയമീറ്റർ ബാസ് പ്രൊവൈഡ് ചെയ്യണം ടെൻഷൻ സോണിൽ നിന്നുള്ള കിട്ടി, ഈ പർട്ടിക്കുലർ ലോഡിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ സിറപ്പ് 8 mm ഡയമീറ്ററുള്ള 2-legged stirrup 300 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്ങിലും പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കിട്ടി. അപ്പോൾ ഡിസൈൻ ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പം ഡിഫ്ലക്ഷനും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ലെങ്ത്തും ഓക്കെ ആണോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്തത്. ഓക്കെ, സ്റ്റെപ്പ് 7 ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. സ്റ്റെപ്പ് 7 ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. അപ്പം ഡിഫ്ലക്ഷൻ്റെ കേസ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ L/D മാക്സിമം വാല്യൂ, L/D ബേസിക് വാല്യൂ എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടിൽ 20 ആണ് അല്ലേ. അപ്പോൾ നമ്മളിത് കമ്പയർ ചെയ്യേണ്ടത് ഒറിജിനൽ നമ്മുടെ ബീമിലെ L/D റേഷ്യോ ആയിട്ട് കമ്പയർ ചെയ്യേണ്ടത് L/D
ബേസിക് വാല്യൂ ആണ്. എന്നാൽ അവിടെ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിനും അതുപോലെ തന്നെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിനും ഫ്ലാഞ്ചും വെബൊക്കെ വരുന്ന കേസിലാണെങ്കിലും ഓരോ മോഡിഫിക്കേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ L/D പർട്ടിക്കുലർ ഒറിജിനൽ, അതായത് നമ്മൾ ഒറിജിനൽ ബീമിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന L/D റേഷ്യോ കമ്പയർ ചെയ്യേണ്ടത് L/D മാക്സ് എന്ന് പറയുന്ന വാല്യൂ ആയിട്ടാണ്. അപ്പോൾ L/D മാക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു L/D ബേസിക് ഇൻറ്റു KT ഇൻറ്റു KC ഇൻറ്റു KF. ഓക്കെ, അപ്പോൾ L/D ബേസിക് എന്ന് പറയുന്നത് 20 ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ L/D ബേസിക് വാല്യൂ 20 ആണ്. ഇവിടെ KC കംപ്രഷൻ സോണിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് KC എന്ന് പറയുന്ന വാല്യൂ 1 ആണ്. അതുപോലെ തന്നെ KF വാല്യൂ, ഇത് T സെക്ഷൻ അല്ലല്ലോ, അല്ലെങ്കിൽ ഫ്ലാഞ്ച് വരുന്ന സെക്ഷൻ അല്ലല്ലോ, റെക്റ്റാങ്കുലർ സെക്ഷൻ ആയതുകൊണ്ട് KF 1 തന്നെ പറഞ്ഞെടുക്കാം. അപ്പം KTക്ക് മാത്രം വാല്യൂ ഉണ്ടാവും. ആ KTൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ടു ഫൈൻഡ് ഔട്ട് KT പേജ് നമ്പർ 38 എടുക്കണം, ഫിഗർ 4. ഞാൻ ഓൾറെഡി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേജ് നമ്പർ 38 ഫിഗർ 4 എടുക്കുക. അപ്പം ആ ഫിഗർ 4 എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് മോഡിഫിക്കേഷൻ ഫാക്ടറാണ് KT എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പെർസെൻറ്റേജ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് എക്സ് ആക്സിസിലുള്ളത്. അപ്പോൾ പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, 0.624%. അപ്പോൾ PT എന്ന് പറയുന്നത് 0.624% ആണ്. ഓക്കെ, ഇനി അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കേവ് കാണാം. ഓരോ കേവും FS എന്ന് പറയുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. FS is equal to 120, FS is equal to 145, FS is equal to 190, FS is equal to 240, FS is equal to 290 എന്ന് പറഞ്ഞിട്ട് FS വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടാണ് കേവ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ട് FS ഈ സ്റ്റീൽ സ്ട്രെസ് ഓഫ് സർവീസ് ലോഡ്സ് ഇൻ Newton/mm². ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പം FS വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. FS is equal to 0.58 FY into area of cross section of steel required divided by area of cross section of steel provided. അപ്പോൾ FS is equal to 0.58 into 415 into area of cross section of steel required. ASC required എത്രയായിരുന്നു? 549.06 mm² ആയിരുന്നു റിക്വയർഡ് ആയിട്ടുള്ളത്. എന്നാൽ നമ്മൾ 3 ബാർ 16 mm ഡയൻ്റെ പ്രൊവൈഡ് ചെയ്തപ്പം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ASC എത്രയായി? 603.185 ആയി അല്ലേ. അപ്പം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ FS is equal to 219.10 Newton/mm² എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഈ ഫിഗറിൻ്റെ അകത്തുനിന്ന് FS വാല്യൂ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ 4 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പെർസെൻറ്റേജ് എന്ന് പറയുന്ന 0.624 കിട്ടിയത്. ഇത് 0.4, 0.6, ഇതിൻ്റെ നടുക്കായിരിക്കും 0.7 വരിക, അവിടെ 0.8 ആയതുകൊണ്ട്. ഓക്കെ, അപ്പം 0.624 എന്ന് പറയുന്നത് ഏകദേശം ഈ ലൈനിനോട് ചേർന്നിട്ട് തന്നെയായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ 0.624. അതേപോലെ FS വാല്യൂ എന്ന് പറയുന്നത് 219 പോയിൻറ്റ് സംതിങ് ആവുന്നത് അല്ലേ, 219. അപ്പോൾ നമ്മൾ നോക്കുക 0.624 എന്ന് പറയുന്നത് ഇവിടെ വരും, അതിന് നേരെ മേലോട്ട് നോക്കുക. അപ്പോൾ ഇത് 290, 240, ഇത് 190. അപ്പോൾ നമുക്ക് 219 പോയിൻറ്റ് സംതിങ് എന്നല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ 240, 220 ഏകദേശം എവിടെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഇതിനോട് ചേർന്നിട്ട് തന്നെ വരുന്നതുകൊണ്ട് ഏകദേശം ഇവിടെ ആയിരിക്കും 220 വരെ ഉണ്ടാവാം. ഓക്കെ, ഏകദേശം ഇവിടെ ആയിരിക്കും, ഈ ഒരു സ്ഥലത്തായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അതിന് നേരെ വരുന്ന വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കാം. നേരെ വരുന്ന വാല്യൂ ഏകദേശം ഈ ഒരു സ്ഥലത്തായിരിക്കും. അതായത് 0.624 എന്ന് പറയുന്നത് ഇവിടെയാണ് വരിക. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് നേരെ നിങ്ങൾ നോക്കുക. സ്കെയിൽ വെച്ച് നേരെ നോക്കുമ്പോൾ ഇങ്ങനെ ഈ രീതിയിലായിരിക്കും മേലോട്ട് വരിക. അപ്പോൾ നമുക്ക് FSൻ്റെ വാല്യൂ 220 ആണ് അല്ലേ, 219, ഏകദേശം 219 ആണ്. അപ്പോൾ ഇവിടെ 190 ആണ്. ഇത് ഈ കർവ് 190 ആണ് ഈ ഒരു കറസ്പോണ്ടിങ് പൊസിഷനിൽ. അതേപോലെ തന്നെ ഇത് 240 ആണ്. അപ്പോൾ 220 എന്ന് പറയുമ്പോൾ ഏകദേശം ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വരും. ഏകദേശം ഹാഫ് വാല്യൂ എന്നുള്ള രീതിയിൽ ഞാനിവിടെ എടുക്കുകയാണ്. ഏകദേശം ഇവിടെ വരുന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. അപ്പോൾ അതിന് നേരെ വരുന്ന വാല്യൂ ആണ് നമ്മുടെ KT വാല്യൂ. ഓക്കെ, ഇവിടെ 1.2, ഇവിടെ 1.4, ഇവിടെ 1.6. അപ്പോൾ 1.2ൻ്റെയും 1.4ൻ്റെയും ഏകദേശം ഇടയ്ക്കാണ് ആ വാല്യൂ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 1.3 അല്ലെങ്കിൽ 1.25 അല്ലെങ്കിൽ അതിന് മേലോട്ടുള്ളൊരു വാല്യൂ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1.3 എന്ന് പറഞ്ഞെടുക്കുകയാണ്. കാരണം 0.6 എന്ന് പറയുന്നത് ഇവിടെയാണ്. 0.624 എന്ന് പറയുമ്പോൾ ഇതിനോട് ചേർന്നിട്ട് തന്നെ വരും. ചേർന്നിട്ട് തന്നെ വരുന്നതുകൊണ്ട് ഇവിടെ 240 കഴിഞ്ഞ് ഏകദേശം 230, 220 എന്നുള്ള രീതിയിൽ ഇവിടെ ഏകദേശം ഇവിടെ വരുന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ അതിന് നേരെയുള്ള വാല്യൂ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഏകദേശം 1.3 തന്നെ ആയിട്ടുണ്ട് ഏകദേശം. അപ്പം KT എന്നുള്ള വാല്യൂ ഞാൻ 1.3 എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ KT വാല്യൂ ഈസ് ഈക്വൽ ടു 1.3 എനിക്ക് കിട്ടി.
അപ്പോൾ എൽ ബൈ ഡി മാക്സ് എന്ന് പറയുന്നത് എൽ ബൈ ഡി ബേസിക് ഇൻറ്റു കെ ടി ഇൻറ്റു കെ സി ഇൻറ്റു കെ എഫ്. അപ്പോൾ 20 ഇൻറ്റു 1.3 ഇൻറ്റു 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 26 എന്ന് പറഞ്ഞ് കിട്ടി എൽ ബൈ ഡി മാക്സിമം വാല്യൂ. എൽ ബൈ ഡി പ്രൊവൈഡഡ് എത്രയാണ്? എൽ എന്ന് പറയുന്ന 5000 ആണ് അല്ലെ, 5 മീറ്റർ ആണ്. ഡിവൈഡ് ബൈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡി എത്രയാണ്? 420. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ 11.90 ആണ് വരുന്നത്. അപ്പോൾ എൽ ബൈ ഡി പ്രൊവൈഡഡ് ഈസ് ലെസ് ദാൻ എൽ ബൈ ഡി മാക്സ്. ഓക്കെ, അപ്പോൾ എൽ ബൈ ഡി പ്രൊവൈഡഡ് എപ്പോഴും എൽ ബൈ ഡി മാക്സിമം വാല്യൂവിനേക്കാളും കുറവായിരിക്കണം. അതുകൊണ്ട് തന്നെ ഡിഫ്ലക്ഷൻ്റെ കേസിൽ സേഫ് ആണ്, ഹെൻസ് സേഫ് ഇൻ ഡിഫ്ലക്ഷൻ. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഈ സ്റ്റെപ്പിൽ ചെയ്തത്. അപ്പോൾ ഷിയർ ഡിസൈനോട് കൂടി ഡിസൈൻ കഴിഞ്ഞു, ബാക്കിയുള്ള ചെക്കാണ് ഇവിടെ വരുന്നത്. ഡിഫ്ലക്ഷൻ്റെ കേസിൽ ചെക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റെപ്പ് 8 ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത്. ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ചെക്കാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പേജ് നമ്പർ 40 അല്ലേ. ഡെവലപ്മെൻറ്റ് ലെങ്ത് എൽ ഡി ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു സിഗ്മ എസ് ഡിവൈഡ് ബൈ 4 ടോ ബി ഡി. അപ്പോൾ അതിൽ സിഗ്മ എസ് എന്ന് പറയുന്നത് 0.87 FI ആണ്. 5 എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മെയിൻ ബാറിൻ്റെ ഡൈ ആണ് 16 mm. ടോ ബി ഡി എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ടേബിളിൽ നിന്ന് എടുക്കണം അല്ലേ, പേജ് നമ്പർ 43 ഉള്ള ടേബിൾ പ്രകാരം ടോ ബി ഡി വാല്യൂ എടുക്കണം. അപ്പോൾ ടോ ബി ഡി വാല്യൂ ആ ടേബിളിലുള്ളത് മൈൽഡ് സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പോൾ അത് 1.4 ആണ് വാല്യൂ. ഇപ്പം HYSD ബാസ് 415 ഗ്രേഡ് സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം മൈൽഡ് സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവിനേക്കാളും 60% അധികം എടുക്കണം. ഓക്കെ, അപ്പോൾ ടോ ബി ഡി ഈസ് ഈക്വൽ ടു 1.4 പ്ലസ് 60% ഓഫ് 1.4 കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ടോ ബി ഡി ഈസ് ഈക്വൽ ടു 1.4 ഇൻറ്റു 1.6 എന്നുള്ള രീതിയിൽ എടുത്താൽ 1.4ൻ്റെ 60% ഡയറക്റ്റ് തന്നെ കിട്ടും. ഓക്കെ, അതായത് അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പേജ് നമ്പർ 43 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. പേജ് നമ്പർ 43 എടുത്തു കഴിഞ്ഞാൽ അവിടെ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് അവിടെ ടേബിൾ കാണാനായിട്ട് പറ്റും. ആ ടേബിളിൽ ഓരോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനനുസരിച്ചിട്ടാണ് ടോ ബി ഡി വാല്യൂ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ M25 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോ ബി ഡി വാല്യൂ ആണ് 1.4. ഓക്കെ, അപ്പോൾ അതിൻ്റെ 60% കൂടി അഡീഷണൽ കണ്ടുപിടിച്ചിട്ട് അവിടെ ആഡ് ചെയ്യണം എന്നുള്ളതാണ്. താഴെ ആ കോഡിൻ്റെ ആ ടേബിളിൻ്റെ താഴെ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൽ ഡി ഈസ് ഈക്വൽ ടു 516 ആണ് ഇൻറ്റു 0.87 ഇൻറ്റു 415 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 1.4 ഇൻറ്റു 1.6. അപ്പോൾ എൽ ഡി വാല്യൂ ഈസ് ഈക്വൽ ടു 644.732 mm എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് കോഡിൽ പേജ് നമ്പർ 44 പറയുന്നുണ്ട്. ഓക്കെ, ആ സി 26.2.3.3 ലാസ്റ്റിൽ സി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ നിങ്ങൾക്ക് കാണാം എൽ ഡി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു M1/V പ്ലസ് L0 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ L0 മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും പ്രൊവൈഡ് ചെയ്യണം. ഇല്ലെങ്കിൽ ആ ബാറിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന 16 mm ഡയമീറ്റർ ബാർ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഡയ കുറയ്ക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആദ്യം L0 0 എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. അപ്പോൾ L0 0 എന്നുള്ള രീതിയിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ. ഈ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം L0 എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും കൊടുത്താൽ മതിയല്ലോ. ഓക്കെ, L0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് ദ സപ്പോർട്ടിൽ നിന്ന് നമുക്ക് ബാർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സെൻറ്റർ ഓഫ് ദ സപ്പോർട്ടിൽ നിന്ന് നമ്മൾ ബാർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഡെവലപ്മെൻറ്റ് ലെങ്ത് കൊടുക്കുമല്ലോ, അപ്പോൾ നമുക്ക് എത്രമാത്രം പ്രൊവൈഡ് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ വാല്യൂ ആണ്, അല്ലെങ്കിൽ ആ സെൻറ്റർ ഓഫ് ദ സപ്പോർട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് L0 എന്ന് പറയുന്നത്. ഓക്കെ, സെൻറ്റർ ഓഫ് ദ സപ്പോർട്ട് വരെയാണ് നമ്മൾ മെയിൻ ബാർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് അതാണ് L0. ഇപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ L0 ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് L0 0 ആക്കി എടുക്കുകയാണ്. കൺസിഡർ നോ ബെൻഡ് ഓർ ഹുക്ക് ദാറ്റ് ഈസ് L0 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അതിൽ ഓരോരോ ടേമായിട്ട് കണ്ടുപിടിക്കണം. V എന്ന് പറയുന്നത് V0 തന്നെയാണ്. ഓക്കെ, ഈ ഇക്വേഷനിൽ V എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന V0 അല്ല, സോറി, VU ആണ്. അതായത് ഡിസൈൻ ഷിയർ ഫോഴ്സ് ആണ്. അത് 57.67 kN എന്നുള്ളതാണ് വാല്യൂ. M1 എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ സെക്ഷനിലെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് M1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ M1 മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. 0.87 FI AST ഇൻറ്റു D ഇൻറ്റു 1 മൈനസ് AST FI ഡിവൈഡ് ബൈ BDFCK അനെക്സ് ജിയിലെ ഇക്വേഷൻ. ഓക്കെ, MU കണ്ടുപിടിച്ച ഇക്വേഷൻ M1 ഈസ് ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്, റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൊമെൻ്റ് ആണത് അല്ലേ. അപ്പോൾ MU ഈസ് ഈക്വൽ ടു 0.87 FI AST ഇൻറ്റു D ഇൻറ്റു 1 മൈനസ് AST FI ഡിവൈഡ് ബൈ BDFCK. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ M1 നമുക്ക് കിട്ടും. ഓക്കെ, അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്റ് ചെയ്യുന്ന മൊമെൻറ്റ് അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണ് അത്. അപ്പോൾ 819,866,96.2 Nm എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും.
ഓക്കെ, ഇപ്പോൾ M1 ഈസ് ഈക്വൽ ടു 81.986 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അപ്പോൾ M1 കിട്ടി, നമുക്ക് V ഓൾറെഡി അറിയായിരുന്നു, VU തന്നെയാണ്. M1/V ഈസ് ഈക്വൽ ടു 81.986 ഡിവൈഡ് ബൈ 57.67. ഓക്കെ, M1 എന്ന് പറയുന്ന കിലോ ന്യൂട്ടൺ മീറ്ററിലാണ്, V എന്ന് പറയുന്ന കിലോ ന്യൂട്ടറിലാണ്. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1.42 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ M1/V എന്ന് പറയുന്ന 1.42 മീറ്റർ ആണ്, അതായത് 1420 mm ആണ്. ഓക്കെ, നമ്മുടെ കണ്ടീഷൻ പറയുന്നത് LD ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് ഒരു കാരണവശാലും ഈ വാല്യൂവിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ കൂടെ പ്ലസ് L0 ഉണ്ട്. അപ്പോൾ L0 പ്രൊവൈഡ് ചെയ്യാതെ തന്നെ ഈ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ആണ്. അപ്പോൾ 644.732 mm ഈസ് ലെസ് ദാൻ 1420 mm. ഓക്കെ, ആ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ചെക്ക് അവിടെ സാറ്റിസ്ഫൈ ആയി. അതായത് LD ഈസ് ലെസ് ദാൻ M1/V പ്ലസ് L0. അപ്പം ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ കേസിലും ഇത് ഓക്കെയാണ്. നമ്മൾ കൊടുത്ത ഡയമീറ്റർ ഓക്കെയാണ്, 16 mm ഡയമീറ്റർ ഓക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഹെൻസ് കോഡൽ റിക്വയർമെൻറ്റ് ഈസ് സാറ്റിസ്ഫൈഡ്. ഇനി ഡിസൈൻ സമ്മറി നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ എടുത്ത് എഴുതുകയാണ്. ബീം സൈസ് B/D ഈസ് ഈക്വൽ ടു 230 × 470 mm. അതായത് ഈ ഒരു പർട്ടിക്കുലർ ലോഡ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ബീമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 230 mm വീതിയും 470 mm ഓവറോൾ ഡെപ്തും. ഇനി മെയിൻ ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ്, മെയിനായിട്ട് ടെൻഷൻ സോണിൽ കൊടുക്കേണ്ട റീഇൻഫോഴ്സ്മെൻറ്റ് 3 നമ്പേഴ്സ് ഓഫ് 16 mm ഡയാബാസ് ഓഫ് Fe415 ഗ്രേഡ് സ്റ്റീൽ. ഓക്കെ, ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് സിറപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത് 8 mm ഡയ 2 ലെഗ്ഡ് സിറപ്സ് അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. ഓക്കെ, അത് എടുത്ത് ഡിസൈൻ സമ്മറി എടുത്ത് എഴുതുന്നത് നല്ലതായിരിക്കും എപ്പോഴും എല്ലാ പ്രോബ്ലത്തിനും ശേഷം ലാസ്റ്റ്. ഇനി ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കാണിക്കണം, ഇതിൻ്റെ ഫിഗർ വരയ്ക്കണം ഡീറ്റെയിലിംഗ്. അപ്പോൾ ഇതിൻ്റെ ക്രോസ് സെക്ഷനാണിത്. ഓവറോൾ ഡെപ്ത് 470, ബ്രെഡ്ത്ത് 230 mm, എഫക്റ്റീവ് കവർ 50 mm. ടോപ്പിൽ ബാർസ് പ്രൊവൈഡ് ചെയ്യണം, അതുകൊണ്ട് ഹാങ്കർ ബാർസ് എന്ന് പറഞ്ഞ് ഞാൻ മാർക്ക് ചെയ്തു. ബോട്ടത്തിൽ 3 നമ്പേഴ്സ് ഓഫ് 60 mm ഡയമീറ്റർ ബാർസ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ബാറാണ്. ഇനി സിറപ്പ് ഞാൻ ഡിസൈൻ ചെയ്തതാണ് 8 mm ഡയ 2 ലെഗ്ഡ് സിറപ്സ് അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. ഇത്രയും ഡീറ്റെയിൽസ് ഇതിൽ ക്രോസ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി ഇൻ കേസ് നിങ്ങളോട് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡീറ്റെയിലിംഗ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് ചെയ്ത ഈ ഒരു ഫിഗർ വരച്ചാൽ മതി, ക്രോസ് സെക്ഷൻ വരച്ചാൽ മതി. ഇൻ കേസ് ഇനി ക്വസ്റ്റ്യനിൽ ഡ്രോ ദ ക്രോസ് സെക്ഷൻ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ടു ഷോ ദ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനും ചിലപ്പം വരയ്ക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിനലി ആ ഒരു ബീം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 230 mm തിക്നെസ്സുള്ള വോൾ രണ്ട് സൈഡിലും കാണാം. അതുപോലെ അവിടെ ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത് സെൻറ്റർ ഓഫ് ദ സപ്പോർട്ട് എന്നുള്ളതാണ്. 230 ആണ് സപ്പോർട്ടിൻ്റെ വീതി, അത് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ക്ലിയർ സ്പാൻ എന്ന് പറയുന്ന 5 മീറ്റർ ആണ് ആ ബീമിൻ്റെ ഇടയ്ക്ക്, അത് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബീമിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 470 mm ആണ് ഓവറോൾ ഡെപ്ത്, അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനലി കട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിൽ മെയിൻ ബാസ് ഉണ്ട്, ബോട്ടത്തിലാണ് മെയിൻ ബാസ് ഉണ്ടാവുക. അപ്പോൾ മെയിൻ ബാസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക, എൻഡിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ബെൻഡ് ചെയ്യുക. ഞാനിപ്പോൾ വരച്ച പ്രകാരം ഒന്ന് ബെൻഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്താൽ മതി. നമ്മുടെ ആങ്കറേജ് ലെങ്ത്, അതായത് സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബെൻഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം 3 നമ്പേഴ്സ് ഓഫ് 16 mm ഡയമീറ്റർ ബാസ് ബോട്ടത്തിൽ വരുന്നത്. ഇതിൻ്റെ ക്രോസ് സെക്ഷനാണ് നമ്മൾ നേരത്തെ വരച്ചത്. ഓക്കെ, അപ്പം ബോട്ടത്തിൽ 3 നമ്പേഴ്സ് ഓഫ് 16 mm ഡയമീറ്റർ ബാസ് മാർക്ക് ചെയ്തു. അതേപോലെ ഇങ്ങനെ വെർട്ടിക്കലി കാണുന്നതാണ് സിറപ്സ്. അല്ല, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. സൈഡിൽ നമ്മൾ ഇപ്പം ലോഞ്ചിറ്റ്യൂഡിനലി കട്ട് ചെയ്ത് നിന്ന് നോക്കുമ്പോൾ സിറപ്പ് വെർട്ടിക്കലിയാണ് നമുക്ക് ഈ രീതിയിൽ കാണുന്നത് പോലെയാണ് കാണുക. ഓക്കെ, വെർട്ടിക്കലി കാണാം. അപ്പോൾ അത് ഞാൻ അവിടെ മാർക്ക് ചെയ്തു. 8 mm ഡയ 2 ലെഗ്ഡ് സിറപ്പ് സെറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. അതുപോലെ അതിൻ്റെ സ്പേസിങ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 300 mm എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. ടോപ്പിലുള്ളത് ഹാങ്കർ ബാസ് ആണ്, അപ്പോൾ ഹാങ്കർ ബാസ് എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഇൻ കേസ് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ എടുത്ത് ചോദിച്ചാൽ മാത്രം ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഈ ഒരു ക്രോസ് സെക്ഷൻ തന്നെ കാണിച്ചാൽ മതി. ഓക്കെ, വരച്ചാൽ മതി. ഓക്കെ, നമ്മൾ ഓൾറെഡി സിറപ്പ് ഡിസൈൻ ചെയ്തപ്പം വരച്ചതാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഡിസൈൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ അത് കാണിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡിസൈൻ ചെയ്ത പ്രകാരം കാണിക്കണം. അതുപോലെ തന്നെ ഇതിൽ ബ്രെഡ്ത്തും ഓവറോൾ ഡെപ്ത്തൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്താണ്. ഓക്കെ, ഇവിടെ ടോപ്പിൽ പിന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് ഹാങ്കർ ബാസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. അത് പ്രത്യേകിച്ച് ഡൈ ഒന്നും മാർക്ക് ചെയ്യണമെന്നില്ല.
അത് മിനിമം ബാർസ് ആയിരിക്കും 10 mm 2 ബാറോ അങ്ങനെയൊക്കെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡൈ ഒന്നും മാർക്ക് ചെയ്യണമെന്നില്ല, ഹാങ്കർ ബാർസ് എന്നുള്ളത് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.